ഇത്രയും ലവ് ചെയ്തിട്ടും നിങ്ങളുടെ കല്യാണം വർക്ക്ഔട്ട് ആയില്ലേ? വർക്ക്ഔട്ട് ആയില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോയില്ല. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം വരെ എത്തിയത്? അതാ എനിക്കും അറിയാത്തത്. അപ്പോ എനിക്കെല്ലാം അവനാണെന്നാ തോന്നിയത്. എന്നാൽ ചില സമയങ്ങളിൽ അവനെ എനിക്ക് ഹീറോയെ പോലെ തോന്നിയിട്ടുണ്ട്. പേടിക്കണ്ട. ഹേയ് ഗോപാൽ, ദിവ്യ, പട്ടിക്ക് ഇനീഷ്യല് വെച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ മരിച്ചുപോയ അപ്പൂപ്പന്റെ പേരാ. അതെന്താ എൽ ഗോപാൽ? അത് അപ്പൂപ്പൻ ലൗഡ് ആയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൗഡ് ഗോപാൽ എന്ന് വിളിച്ച് ഇപ്പൊ അത് ചുരുക്കി എൽ ഗോപാൽ എന്നാക്കി. ഓ, അപ്പൊ ഇതേത് ഗോപാല? I am Badri Gopal. ഹായ് അച്ചാച്ചാ. ശരി, അകത്തേക്ക് പോ. ഓ, ഇത് ഗോപാൽ ഫാമിലി ആണല്ലേ? വരൂ. അത് കൊടുക്ക. എന്താ നിന്റെ കയ്യിലിരിക്കുന്നത് കൊടുക്കാൻ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും വേണ്ടെന്നാണോ പറയുന്നേ? എടി, കടക്കാരനെ തിരിച്ചെടുക്കൂ. ഇത് കൊടുക്കാൻ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ പ്ലേറ്റ്സുമായിട്ട് വരാം. വാ. ഇരിക്കേ. സോ ഇപ്പൊ നീ എന്ത് ചെയ്യാ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഷെഫാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക ആന്റി. ഓ, അപ്പൊ കുശിനിക്കാരനാണല്ലേ? അങ്ങനെയും പറയാം. ആട്ടെ, അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറാ. അമ്മേനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. കറക്റ്റ്. നിന്റെ അച്ഛന്റെ ഹോസ്പിറ്റല് ടൗണിലാണല്ലേ? അപ്പൊ നീ ജനിച്ച ഉടൻ നിന്റെ അമ്മ ആരുടെ കൂടെയോ ഒളിച്ചോടിപ്പോയല്ലേ? ഇത്ര സീരിയസ് ആയിട്ട് എന്താ സംസാരിക്കുന്നത്? അമ്മേ, അരവിന്ദ് അമ്മയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റാ വാങ്ങിയിരിക്കുന്നത് അല്ലേ അരവിന്ദ്? ഏതാ? ശരി, ഇതൊക്കെ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നില്ലേ? എത്ര രൂപയായി? 1000 രൂപയായി കാണുമോ? 1500 രൂപയെങ്കിലും ആയിക്കാണും. 1500 രൂപ ഒരു തവണ ഇത്രയൊക്കെ ചെലവാക്കുന്നത് കുറച്ച് കൂടുതലല്ലേ? ഒരുപാട് കൂടുതലാ. മനസ്സിലായോ? ഞങ്ങള് വെറുതെ ഒന്ന് കുറിക്കുന്നതിന് 1500 രൂപ ചെലവാവുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഒരു തവണ ഭക്ഷണം കഴിക്കുന്നതിന് എന്താവുമെന്ന്. അതുമാത്രമല്ല, വീക്കെൻഡ്സിൽ ഗെറ്റ് ടുഗെദർ പാർട്ടിക്കൊക്കെ പോകും. അതിനൊക്കെ എന്ത് ചെലവാകും? നിന്റെ അച്ഛൻ്റെ ഇന്ന് കാശ് വാങ്ങിക്കൂ. ഈ അവസ്ഥയില് നീ എന്ത് ധൈര്യത്തിലാ എന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ച? നൂറ് കുട്ടികളുടെ വിശപ്പടക്കേണ്ട കാശിന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോ ചുമ്മാ കുറിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണോന്ന്? അത് ഓസിനങ്ങട് വളവളാന്ന് വെട്ടി വിഴുങ്ങിയിട്ട് അത് വാങ്ങിയിട്ട് വന്നവനെ തന്നെ ഊതാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ മകളെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം നിങ്ങളെക്കാൾ കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചോ. ഹേയ് എൽ ഗോപാൽ, നിക്കവിടെ. ആര് ബിസ്ക്കറ്റ് കൊടുത്താലും കഴിക്കുന്ന ജീവിയുടെ പേരെന്താണെന്നറിയോ? ക്യാച്ച്. അതെ, ഡോറ് ശരിയായി ചാരിയിട്ടില്ലായിരുന്നു. അവനിപ്പോ അടച്ചിട്ട് പോയത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വായടക്കി. ശരി. നിന്റെ അമ്മയെ നോക്കി നായെന്ന് പറഞ്ഞു. അതെ, ഞാൻ തന്നെ ഷോക്കായി പോയി. പക്ഷെ അവൻ ഒരു നിമിഷം കൊണ്ട് എന്റെ അമ്മയുടെ വായടപ്പിച്ചു. ഏയ് ദിവ്യ, അവനെ കുറിച്ച് ബാക്കിയും കൂടെ പറ. മതി, ഇനി അവനെ പറ്റി പറഞ്ഞ എന്റെ തല വേദനിക്കും. എന്റെ ടാക്സ് വന്നിട്ടുണ്ട്, ഞാൻ പോവാ. ഹേയ് ദിവ്യ, ഇപ്പൊ അരവിന്ദ് എന്തെടുക്ക? അവൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് കുടിച്ച് കൂത്താടുമായിരിക്കും. ബൈ. ഇപ്പൊ എന്ത് ചെയ്യാ അരവിന്ദ്? വലിച്ചോണ്ടിരിക്കുക. ബോട്ടിൽ വിടാനാ നിന്നോട് പറഞ്ഞത്.
വിടാനാ പറഞ്ഞത്? എടാ, ഇതൊന്നും ഒന്ന് പിടിച്ച് വാങ്ങിക്കടാ. വിടറാ. എടാ, ഒന്ന് പിടിച്ച് വാങ്ങിക്കടാ. എടാ, വിടറാ. പിന്നല്ലാതെ ഈ വയസ്സായ ആളുകളെല്ലാം നിനക്ക് മുന്നിൽ എന്തുകൊണ്ടല്ലേ നിൽക്കണ്ടേ? ഇതിന് അച്ഛനല്ലേ? വിടല്ലേ, വിടല്ലേ, വിടല്ലേ. എടാ, അവരെ പിടിച്ച് മാറ്റടാ. അരവിന്ദ്, എന്റെ വണ്ടിയിൽ ഇതുപോലുള്ള 2 ബോട്ടിൽ ഇരിപ്പുണ്ട്. നീ കാണിച്ചേ. ബോട്ടിൽ കിട്ടിയ ഉടനെ പ്രാന്തനെ പോലെ പോണാണ്ടില്ലേ? ഇത് എന്റെ അമ്മായിപ്പനാ. ഉണ്ടല്ലോ, ഇതിനൊക്കെ എന്നുള്ള സാധനം ഞാൻ ഒപ്പിക്കൂടാ. 2 എണ്ണം ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഉണ്ടെന്ന്. വാ. ഇറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you. Bye. പോയിട്ട് മെസ്സേജ് അയ്യോ അരവിന്ദ്, അയ്യോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓക്കെയാ. ആർ യു ഓക്കെ? ഓക്കെ. അരവിന്ദ്, ആ. നിനക്ക് എന്തിനു ഞാനുണ്ട് കൂടെ. താങ്ക് യു. ബൈ. ഏയ്, എന്താ നീ എന്നിടയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നേ? നിന്റെ പാർട്ട്ണർ ആവാനുള്ള യോഗ്യത എനിക്കില്ലേ? ഹേയ്, നോ 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 നോ. അങ്ങനെയൊന്നുമില്ല ദീപ. യു ആർ വെരി അട്രാക്റ്റീവ് ഗേൾ. നീ സുന്ദരിയല്ലേ ദീപ? എന്നാ എനിക്ക് കുറച്ച് സമയം വേണം. ഓക്കെ? എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഞാൻ ഇറങ്ങട്ടെ. ടേക്ക് കെയർ. ബൈ. ബൈ. ഹേയ്, വീട്ടിൽ പോയിട്ട് മെസ്സേജ് ചെയ്യണം. യെസ്. ബൈ. Hey, wait, I'm coming. ഇന്നലെ വരെ ഇവിടെ ആയിരുന്നല്ലോ അവള്. ഈ മുഖം എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഏയ്, മഞ്ഞുടുപ്പേ. തുടരുതന്നെ. ഇപ്പോഴെങ്കിലും നീ കുറച്ച് മാറിയിരിക്കുന്നു ഞാൻ കരുതിയത്. കുറച്ചു പോലും മാറിയിട്ടില്ല. എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നേ? ഡിസ്ഗസ്റ്റിംഗ്. കണ്ടിട്ട് ദേഷ്യം വരിക. എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. എന്താടാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഇത് ഞാനാടാ ദിവ്യ.